Hello dear students, welcome to Finish Technos. Industrial Extension Officer notification already വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറുടെ സിലബസിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു സിലബസ് കണ്ടന്റ് ആണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻ ഇതാണ്: ഡയോഡ് ഈസ് എ ഡാഷ് ഡിവൈസ്. നമുക്കറിയാം ഡയോഡ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സർക്യൂട്ടിലെ ഒരു ബേസിക് ബിൽഡിംഗ് കോമ്പണന്റ് ആണ്. ഡയോഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ കരുതും വളരെ ഈസി സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണെന്ന്. പക്ഷെ ആ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഇതാണ് ആക്റ്റീവ് ഡിവൈസ്, സെക്കൻഡ് ഓപ്ഷൻ പാസീവ് ഡിവൈസ്. ഓപ്ഷൻ 3 അവർ തന്നിട്ടുണ്ട് can be either active or passive. Can be worked as either active or passive. ഓപ്ഷൻ ഡി ഇതാണ് none of this. ഓക്കെ, സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണം എന്താണ് ഒരു ആക്റ്റീവ് ഡിവൈസ് അല്ലെങ്കിൽ എന്താണ് ഒരു പാസീവ് ഡിവൈസ് എന്ന്. നമുക്കറിയാം ആക്റ്റീവ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ആ ഡിവൈസിന് ഇപ്പം ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിൽ കണക്ട് ചെയ്താൽ അല്ലെങ്കിൽ ഒരു RF സർക്യൂട്ടിൽ കണക്ട് ചെയ്താൽ നമ്മുടെ ഇൻപുട്ടിൽ എന്തുമാത്രം എനർജിയാണ് കൊടുക്കുന്നത് അതിനേക്കാളും ഹയർ എനർജി ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസ് ആണെന്ത് ആക്റ്റീവ് ഡിവൈസ്. അല്ലെങ്കിൽ ആ ഡിവൈസിൽ എന്ത് കാണും, ഒരു ആംപ്ലിഫിക്കേഷൻ റേഷ്യോ കാണും. ഇപ്പൊ എക്സാമ്പിൾ എടുത്താൽ ഒരു ട്രാൻസിസ്റ്റർ എടുത്താൽ നോർമലി മോസ്റ്റ് ഓഫ് ദ ആംപ്ലിഫയേഴ്സിൽ അതിൽ ബേസിക് എന്താണ് ആംപ്ലിഫിക്കേഷൻ കോമ്പണന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് ട്രാൻസിസ്റ്റർ ആണ്. ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ് ഇൻപുട്ട് എനർജിയെക്കാളും ഔട്ട്പുട്ടിൽ ഒരു ഹയർ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു ഡിവൈസ് ആണ് എന്ത് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. therefore ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ് ആക്റ്റീവ് ഡിവൈസ് ആണ്. മോസ്റ്റ് ഓഫ് ദ ആക്റ്റീവ് ഡിവൈസിൽ പവർ എന്ന് പറയുന്നത് നമുക്കറിയാം എന്തായിരിക്കും എന്താണ് പ്രോഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ആണ്. പവർ വോൾട്ടേജ് ആൻഡ് കറണ്ട് പ്രോഡക്റ്റ് ആണ്. ആ പ്രോഡക്റ്റ് എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ ആ ഡിവൈസ് പവർ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഡിവൈസ് സ്വന്തമായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസ് ആയിരിക്കും അല്ലെങ്കിൽ എനർജി ഡെലിവറിങ് ഡിവൈസ് ആയിരിക്കും. ഓൾമോസ്റ്റ് ഓൾ ദ കേസസ് വെൻ ദ ഡിവൈസ് ഈസ് എനർജി ഡെലിവറിങ് ഡിവൈസ് ദെൻ ദ പവർ വിൽ ബി എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അത്തരം നെഗറ്റീവ് പവർ തരുന്ന ഡിവൈസസ് ആണ് മിക്കവാറും എല്ലാം എന്ത് ആക്റ്റീവ് ഡിവൈസസ്. അന്നേരം ഇവിടെ നോക്കുമ്പോൾ ഡയോഡ് എടുത്താൽ നോർമൽ PN ജംഗ്ഷൻ ഡയോഡ് എടുത്താൽ അതിൻ്റെ വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഞാനിവിടെ വരയ്ക്കാൻ പോകുന്നത്. വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഡിവൈസിൽ ഇൻപുട്ടിൽ ഒരു വോൾട്ടേജ് കൊടുത്താൽ അതിൻ്റെ കറണ്ട് റെസ്പോൺസ് എങ്ങനെ ആയിരിക്കും. ഓക്കെ, ഡയോഡ് നമുക്കറിയാം ഒരു 2 ടെർമിനൽ ഡിവൈസ് ആണ് ഡയോഡ്. അവിടെ ഒരു P ടൈപ്പ് സെമി കണ്ടക്ടറും കാണും, ഒരു N ടൈപ്പ് സെമി കണ്ടക്ടറും കാണും. ആ P ടൈപ്പ് സെമി കണ്ടക്ടറും N ടൈപ്പ് സെമി കണ്ടക്ടറും ജോയിൻ ചെയ്യുന്ന പോർഷനിൽ എന്ത് കാണും, ഒരു PN ജംഗ്ഷൻ കാണും. ആ PN ജംഗ്ഷനിൽ എന്ത് കാണും, ഒരു ഡിപ്ലീഷൻ ലെയർ കാണും. ആ ഡിപ്ലീഷൻ ലെയറിന് ഒരു പർട്ടിക്കുലർ തിക്നെസ് കാണും. ഡിപ്ലീഷൻ ലെയർ കമ്പോസ്ഡ് ഓഫ് എന്തായിരിക്കും ഇമ്മൊബൈൽ അയോൺസ് ആയിരിക്കും. അയോൺസ് മാത്രമുള്ള ഒരു റീജിയൻ ആണ് എന്ത് ഡിപ്ലീഷൻ ലെയർ. ഓക്കെ, ബിക്കോസ് ഓഫ് ദിസ് ദ പ്രസൻസ് ഓഫ് അയോൺസ് ഈ ഡിപ്ലീഷൻ ലെയറിന് എന്ത് കാണും, ഒരു വോൾട്ടേജ് കാണും. ഓക്കെ, ആ വോൾട്ടേജിനെ പറയുന്നവരാണ് കോണ്ടാക്ട് പൊട്ടൻഷ്യൽ. അല്ലെങ്കിൽ ആ വോൾട്ടേജിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, കട്ടിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ നീ വോൾട്ടേജ് എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഈ ഡിപ്ലീഷൻ ലെയറിന് അക്രോസ് അല്ലെങ്കിൽ ജംഗ്ഷൻ അക്രോസ് ചാർജ് കാരിയേഴ്സിന്റെ ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രം either ഫ്രം P സൈഡ് ടു N സൈഡ് ഹോൾസിന്റെ ചാർജ് കാരിയേഴ്സിന്റെ മൂവ്മെന്റ് കാണും. അല്ലെങ്കിൽ N സൈഡിൽ നിന്ന് P സൈഡിലോട്ട് എന്ത് കാണും, ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കാണും. therefore ജംഗ്ഷൻ അക്രോസ് എപ്പം ചാർജ് കാരിയേഴ്സ് മൂവ് ചെയ്യുന്നോ അപ്പം മാത്രമായിരിക്കും ഡയോഡ് എന്ത് ചെയ്യുന്നത് ആക്ച്വലി കണ്ടക്ട് ചെയ്യുന്നത്. അന്നേരം ആ ഡയോഡിന്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എടുത്താൽ അല്ലെങ്കിൽ അതിന്റെ വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് എടുത്താൽ ഡിപ്ലീഷൻ ലെയറിന്റെ വോൾട്ടേജ് വരെ ഇപ്പം സിലിക്കൺ ഡയോഡ് എടുത്താൽ ആ കട്ടിംഗ് വോൾട്ടേജ് നോർമലി റെപ്രസെന്റ് ചെയ്യുന്നത് V സഫിക്സ് ഗാമ എന്നാണ്. അതിന്റെ വാല്യൂ 0.7 വോൾട്ട് ആയിരിക്കും. അന്നേരം 0.7 വോൾട്ട് ആകുന്നവരെ ഒരു സിലിക്കൺ ഡയോഡിന്റെ കറണ്ട് എന്തായിരിക്കും 0.7 വോൾട്ടേജ് ഇൻപുട്ട് ആകുന്നവരെ അതിന്റെ കറണ്ട് 0 ആയിരിക്കും. ആഫ്റ്റർ 0.7 വോൾട്ടേജ് കറണ്ട് എന്ത് ചെയ്യും എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യുന്നത്, ഡയോഡ് എന്ന് പറയുന്നത് എന്താണ് ഒരു നോൺ ലീനിയർ ഡിവൈസ് ആണ് അല്ലെങ്കിൽ ഒരു എക്സ്പോണൻഷ്യൽ ഡിവൈസ് ആണ്. ഡയോഡിന്റെ കറണ്ട് വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ് അതിന്റെ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് I0യും അപ്ലൈഡ് വോൾട്ടേജ് VU ആണെങ്കിൽ അതിന്റെ കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ ആയിരിക്കും. ഡയോഡ് എന്ന് പറയുന്നത് എന്താണ് ഒരു എക്സ്പോണൻഷ്യൽ ഡിവൈസ് ആണ്. കാരണം അതിന്റെ കറണ്ട് വോൾട്ടേജ് റിലേഷൻഷിപ്പ് കറണ്ട് I ഈക്വൽ ടു ഫോർ ആൻ അപ്ലൈഡ് വോൾട്ടേജ് V ഈക്വൽ ടു എന്തായിരിക്കും I0 മൾട്ടിപ്ലൈഡ് വിത്ത് എക്സ്പോണൻഷ്യൽ പവർ V ഡിവൈഡഡ് ബൈ ഈറ്റ VT ആയിരിക്കും. ഓക്കെ, ഈ ടേംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇവിടെ നോക്കിയാൽ
എന്താണ് അപ്ലൈഡ് വോൾട്ടേജിന് എന്താണ് എക്സ്പോണൻഷ്യൽ പ്രൊപ്പോർഷണൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഡയോഡിന്റെ കറണ്ട് വേരി ചെയ്യുന്നത്. Therefore എന്താണ് ഫോർവേഡ് ബയാസിൽ അല്ലെങ്കിൽ പോസിറ്റീവ് വോൾട്ടേജിൽ ഡയോഡിന്റെ കറണ്ട് ആഫ്റ്റർ ദ കട്ടിംഗ് വോൾട്ടേജ് എങ്ങനെ ഇൻക്രീസ് ചെയ്യും? എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യും. ഇവിടെ നോക്കിയാൽ വോൾട്ടേജ് ഇൻക്രീസസ് കറണ്ട് എന്താണ് ഇൻക്രീസിങ് ആണ്. നമ്മളിവിടെ ഏത് പോയിന്റിൽ സ്ലോപ്പ് എടുത്താലും നമുക്കറിയാം ഇവിടെ വെർട്ടിക്കൽ ആക്സിസ് കറണ്ട് ആണ്, ഹൊറിസോണ്ടൽ ആക്സിസ് എന്താണ് വോൾട്ടേജ് ആണ്. Therefore സ്ലോപ്പ് എടുക്കുമ്പോൾ നമുക്ക് കറണ്ട് പോയി വോൾട്ടേജ് കിട്ടും. റെസിപ്രോക്കൽ ഓഫ് സ്ലോപ്പ് എടുക്കുമ്പോൾ 1 ഡിവൈഡഡ് ബൈ സ്ലോപ്പ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റെസിസ്റ്റൻസ് കിട്ടും. ഇഫ് ദ സ്ലോപ്പ് ഈസ് പോസിറ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. Therefore റെസിസ്റ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ഇതിന്റെ പവർ അബ്സോർബ്ഡ് എന്തായിരിക്കും? when there is a flow of current I ആണെങ്കിൽ I square R അല്ലെങ്കിൽ അതിന്റെ പവർ എന്തായിരിക്കും? പവർ പോസിറ്റീവ് ആയിരിക്കും. പവർ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് ദാറ്റ് പർട്ടിക്കുലർ ഡിവൈസ് എനർജി അബ്സോർബ് ചെയ്യും. Therefore ഫോർവേഡ് വോൾട്ടേജിൽ ഡയോഡ് എന്താണ് കറണ്ട് എന്താണ് പോസിറ്റീവ് ആണ്, റെസിസ്റ്റൻസ് പോസിറ്റീവ് ആണ്. Therefore ഇറ്റ് ഈസ് എ എനർജി അബ്സോർബിംഗ് ഡിവൈസ് ആയിരിക്കും, അല്ലെങ്കിൽ അതെന്തായിരിക്കും? ഒരു പാസീവ് ഡിവൈസ് ആയിരിക്കും. തിരിച്ച് എന്താണ് റിവേഴ്സ് ബയാസ് എടുത്താൽ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് വരെ കറണ്ട് എന്തായിരിക്കും? വെരി സ്മോൾ ആയിരിക്കും, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തുമ്പോൾ ഡയോഡിന് എന്ത് നടക്കും? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്രേക്ക് ഡൗൺ നടക്കും, ഡിപ്പെൻഡ് ഓൺ ദ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഡയോഡ്. അന്നേരം ആ എന്താണ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ അനുസരിച്ച് എയ്തർ അവലാൻഷ് ബ്രേക്ക് ഡൗൺ നടക്കും, അല്ലെങ്കിൽ സെലർ ബ്രേക്ക് ഡൗൺ നടക്കും. Therefore ആ പർട്ടിക്കുലർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൽ കറണ്ട് ഓഫ് ഡയോഡ് എന്ത് ചെയ്യും? അബ്രപ്റ്റ്ലി ഇൻക്രീസ് ചെയ്യും. അന്നേരം വിത്തിൻ സ്മോൾ ചേഞ്ച് ഇൻ വോൾട്ടേജിൽ കറണ്ട് എന്ത് ചെയ്യും? റേസ് ടു വെരി ലാർജ് വാല്യൂ ആയിരിക്കും. പക്ഷേ ഈ പർട്ടിക്കുലർ റിവേഴ്സ് ബയാസ് എടുത്താലും അവിടെ ഓൾവേസ് എന്താണ് കറണ്ട് ഈസ് ഇൻക്രീസിങ് വിത്ത് വോൾട്ടേജ് ആയിരിക്കും. Therefore അവിടെയും സ്ലോപ്പ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അന്നേരം ഫോർവേഡ് ബയാസിലും റിവേഴ്സ് ബയാസിലും ഒരു നോർമൽ PN ജംഗ്ഷൻ ഡയോഡ് എടുത്താൽ ഓൾവേസ് റെസിസ്റ്റൻസ് പോസിറ്റീവ് ആയിരിക്കും. Therefore പവർ ഈസ് അബ്സോർബ്ഡ് ബൈ ദ ഡിവൈസ് ആയിരിക്കും. ഓൾവേസ് ഡിവൈസ് എന്തായിരിക്കും? പാസീവ് ഡിവൈസ് ആയിരിക്കും. Therefore നമുക്ക് പറയാം ഒരു നോർമൽ PN ജംഗ്ഷൻ ഡയോഡ് അല്ലെങ്കിൽ റെക്ടിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു നോർമൽ PN ജംഗ്ഷൻ ഡയോഡ് ഓൾവേസ് എന്തായിരിക്കും? പാസീവ് ഡയോഡ് ആയിരിക്കും, അല്ലെങ്കിൽ പാസീവ് ഡിവൈസ് ആയിരിക്കും. സോ നോർമൽ PN ജംഗ്ഷൻ ഡയോഡ് ഈസ് ഓൾവേസ് എന്തായിരിക്കും? പാസീവ് ആയിരിക്കും. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താണ് നോർമൽ PN ജംഗ്ഷൻ ഡയോഡ് എന്ന് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ജസ്റ്റ് ഡയോഡ് ഈസ് എ ഡാഷ് ഡിവൈസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ എന്തൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്? ക്യാൻ ബി ബോത്ത് ആക്റ്റീവ് ആൻഡ് പാസീവ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഓക്കെ, നോർമൽ PN ജംഗ്ഷൻ ഡയോഡ് അല്ലാണ്ട് കുറെ സ്പെഷ്യൽ പർപ്പസ് ഡയോഡ്സ് ഉണ്ട്. ആ ഡയോഡ്സിന് എക്സാമ്പിൾസ് ആണ്. ഫസ്റ്റ് എക്സാമ്പിൾ ആണ് ടണൽ ഡയോഡ്. സെക്കൻഡ് എക്സാമ്പിൾ ആണ് ഷോട്ട്കി ഡയോഡ്സ്, അതുപോലെ ട്രാപ്പാറ്റ് ഡയോഡ്, അതുപോലെ ഇമ്പാക്ട് ഡയോഡ്സ്. ഈ 4 ഡയോഡ്സ് നോക്കിയാൽ 4 സ്പെഷ്യൽ പർപ്പസ് ഡയോഡ്സ് ആണ്. ഈ 4 സ്പെഷ്യൽ പർപ്പസ് ഡയോഡ്സ് നോക്കിയാൽ അതിന്റെ വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയാൽ ഞാൻ ജസ്റ്റ് പോസിറ്റീവ് വോൾട്ടേജിന് മാത്രമുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വരയ്ക്കുന്നത്. അപ് ടു എ പർട്ടിക്കുലർ വോൾട്ടേജ് അതിന്റെ കറണ്ട് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതിന്റെ മാക്സിമം കറണ്ടിനെ നമുക്ക് പറയാം പീക്ക് കറണ്ട് എന്ന് പറയാം. ആ പീക്ക് കറണ്ട് എക്സിസ്റ്റ് ചെയ്യുന്ന വാല്യൂ ഓഫ് വോൾട്ടേജിനെ നമുക്ക് പറയാം പീക്ക് വോൾട്ടേജ് എന്ന് പറയും. എന്നാൽ ഈ പർട്ടിക്കുലർ സ്പെഷ്യൽ പർപ്പസ് ഡയോഡ്സിൽ പീക്ക് വോൾട്ടേജ് കഴിഞ്ഞ് വീണ്ടും വോൾട്ടേജ് ഇൻക്രീസ് ചെയ്താൽ കറണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങും? ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. ഒരു മിനിമം വാല്യൂ കറണ്ട് അച്ചീവ് ചെയ്യും അറ്റ് എ വോൾട്ടേജ്, വോൾട്ടേജ് ദെൻ അഗെയിൻ എന്ത് ചെയ്യും? കറണ്ട് ഇൻക്രീസ് ചെയ്യും. എന്നാൽ ഇവിടെ നോക്കിയാൽ പീക്ക് വോൾട്ടേജ് ടു വാല്യൂ വോൾട്ടേജ് കറണ്ട് എന്ത് ചെയ്യുന്നു? വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിക്രീസ് ചെയ്യുന്നു ഡ്യൂ ടു എ ക്വാണ്ടം മെക്കാനിക്കൽ എഫക്ട് നോൺ എസ് എന്താണ്? ടണലിംഗ്. അന്നേരം ടണലിംഗ് എന്ന് പറഞ്ഞ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ എഫക്ട് കാരണം പീക്ക് വോൾട്ടേജ് ടു വാല്യൂ വോൾട്ടേജ് ഈ ടൈപ്പ് ഓഫ് സ്പെഷ്യൽ പർപ്പസ് ഡിവൈസിൽ എന്ത് ചെയ്യുന്നു? വെൻ വോൾട്ടേജ് ഇൻക്രീസസ് കറണ്ട് എന്താണ്? റെഡ്യൂസസ് ആണ്. Therefore നമുക്ക് ഇവിടെ സ്ലോപ്പ് എടുത്താൽ കറണ്ട് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് റേഷ്യോ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ കറണ്ട് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ വോൾട്ടേജ് റേഷ്യോ എടുത്താൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ റേഞ്ച് ഓഫ് റീജിയനിൽ ദിസ് പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സ്പെഷ്യൽ പർപ്പസ് ഡയോഡ്സ് എന്താണ്? നെഗറ്റീവ് റെസിസ്റ്റൻസ് ഡയോഡ്സ് ആണ്. വെൻ ദ റെസിസ്റ്റൻസ് ഈസ് നെഗറ്റീവ് പവർ എന്തായിരിക്കും? പവർ നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ എനർജി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. വെൻ ദ എനർജി ഓഫ് എ പർട്ടിക്കുലർ ഡിവൈസ് ഈസ്
നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഡിവൈസ് ഒരു എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ ഡിവൈസ് എന്ത് ചെയ്യും? ആ സർക്യൂട്ടിലെ കോമ്പണൻസിന് എന്ത് പ്രൊവൈഡ് ചെയ്യും? എനർജി ഡെലിവർ ചെയ്യും. therefore എനർജി ഡെലിവറിംഗ് ഡിവൈസ് ആയിട്ട് മാറും. therefore these 4 particular special purpose diodes can deliver energy. therefore it can act as എന്താണ്? ആക്റ്റീവ് ഡിവൈസ്. അന്നേരം കറക്റ്റ് ഓപ്ഷൻ എന്താണ്? ഡയോഡ് either passive. when the diode is a normal pn junction diode എന്തായിരിക്കും? പാസീവ് ആയിരിക്കും. അത് സെനർ ഡയോഡ് ആണെങ്കിലും നോർമൽ സിലിക്കൺ ഓർ ജെർമേനിയം ഡയോഡ്സ് ആണെങ്കിലും അതെന്തായിരിക്കും? പാസീവ് ആയിരിക്കും. സ്പെഷ്യൽ പർപ്പസ് ആയ ഈ 4 ടൈപ്സ് ഓഫ് ഡയോഡ്സ് എന്താണ്? അറ്റ് ദ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ അല്ലെങ്കിൽ അതിന്റെ വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സിലുള്ള നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ കാരണം അത് എന്തായിട്ട് വർക്ക് ചെയ്യും? ഒരു ആക്റ്റീവ് ഡിവൈസ് ആയിട്ട് വർക്ക് ചെയ്യും. ആ പ്രോപ്പർട്ടി കാരണം നോർമലി ഈ 4 ടൈപ്സ് ഓഫ് ഡിവൈസസിനെ മൈക്രോവേവ് ഓസിലേറ്ററിൽ ഹൈ ഫ്രീക്വൻസി ഓസിലേറ്ററിലാണ് യൂസ് ചെയ്യുന്നത്. അന്നേരം ഈ 4 ഡിവൈസസ് എന്തായിട്ട് വർക്ക് ചെയ്യും? ആക്റ്റീവ് ഡയോഡ്സ് ആയിട്ട് വർക്ക് ചെയ്യും. therefore ആക്യുറേറ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഡയോഡ് ക്യാൻ ബി ബോത്ത് ആക്റ്റീവ് ആൻഡ് പാസീവ്. അന്നേരം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം ഇത്രയും കോൺസെപ്റ്റുകൾ ഓർത്തിരിക്കുക. ഓക്കെ, അന്നേരം ഈ 4 സ്പെഷ്യൽ പർപ്പസ് ഡയോഡ്സിന്റെ പേര് ഓർത്തിരിക്കുക. ഈ 4 സ്പെഷ്യൽ പർപ്പസ് ഡയോഡ്സ് എന്തായിരിക്കും? ക്യാൻ ബി ആക്റ്റീവ് ഡിവൈസ്. ഒരു പർട്ടിക്കുലർ റേഞ്ച് ഓഫ് റീജിയനിൽ ഒരു ഡിവൈസിന്റെ റേഞ്ച് ഓഫ് വോൾട്ടേജിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റേഞ്ച് ഓഫ് വോൾട്ടേജിൽ അത് നെഗറ്റീവ് റെസിസ്റ്റൻസ് തന്നാൽ അതെന്തായിരിക്കും? ആക്റ്റീവ് ഡിവൈസ് ആയിരിക്കും. therefore ഈ പർട്ടിക്കുലർ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിൽ മാത്രം അത് എന്ത് ചെയ്യും? എനർജി സപ്ലൈ അല്ലെങ്കിൽ എനർജി ഡെലിവറിംഗ് ഡിവൈസ് ആയിരിക്കും. therefore ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. we'll come with the same type of questions in the upcoming videos. please subscribe our channel for the same type of videos. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയിൽ കമൻ്റ് ആയിട്ട് കൊടുക്കുക. ഈ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് പോർഷൻസിലെയും ക്വസ്റ്റ്യൻസ് ഈ ടൈപ്പിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.